ഞാനിന്ന് ബട്ടൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ബട്ടൂരേൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് ഇതുപോലത്തെ 1.25 കപ്പോളം മൈദ ഞാൻ എടുക്കുന്നുണ്ട്. 1.25 കപ്പ് മൈദ എടുത്തു. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പുളിയില്ലാത്ത 2-3 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവ കുതിരാൻ വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ അതിൽ ലേശം ലൂസായിട്ട് കുഴച്ചെടുക്കണം. മാവ് നമ്മൾ നല്ലോണം കുഴച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം എണ്ണ തടവി കൊടുക്കുക. എണ്ണയൊക്കെ തടവി നമുക്കൊരു 5-6 മണിക്കൂർ മാറ്റി വയ്ക്കാം. 5-6 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് പരത്തി ചുടുക. നമ്മൾ 2 മണിക്കൂറായി മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ട് 6 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിട്ട് ഇതാകും. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇതിന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. നമുക്ക് ഓരോ ബോൾസായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. എന്നിട്ട് പൂരിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ച് കട്ടിയിൽ പരത്തണം. കുറച്ച് കനത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ ഓരോന്നും പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തുന്ന സമയത്ത് നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ചൂടാകാൻ വയ്ക്കാം. ഇത് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഓരോ ബോൾസായിട്ട് നമുക്ക് പരത്തി എടുത്ത് വയ്ക്കാം. ഇതുപോലെല്ലാം നമുക്ക് പരത്തി മാറ്റി എടുത്ത് വയ്ക്കാം. ഇച്ചിരി കട്ടിക്ക് തന്നെ പരത്തണം. ഇതുപോലെ നമ്മളെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. പൂരിനേക്കാളും കുറച്ച് കട്ടിക്കാണ് പരത്തിയത്. ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. എണ്ണ ചൂടായി നമുക്ക് ഓരോന്നിട്ട് ചുട്ടെടുക്കാം. നല്ലോണം പൊന്തി വന്ന് നമ്മളിങ്ങനെ അടുപ്പൊന്ന്
കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക. നമ്മൾ അടിപൊളി ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഭട്ടൂര. ഭട്ടൂരയ്ക്ക് കഴിക്കാനായിട്ട് മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ഭട്ടൂരയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.